ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാബേജ് തോരനാണ്. ക്യാബേജ് തോരൻ പല രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കാറുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഉമ്മ തയ്യാറാക്കുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാബേജ് ഒരു 200 ഗ്രാം ഞാനിവിടെ ചീവി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു നുള്ള് അരിയാണ് നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ്. അതും കൂടി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നീളത്തിലരിഞ്ഞ സവാളയും അതേപോലെ തന്നെ 2 പച്ചമുളകും കറിവേപ്പിലയും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 ടീസ്പൂൺ തേങ്ങ ചിരവിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. സ്റ്റവ് ഒന്ന് സിമ്മിലേക്ക് ആക്കിയതിനു ശേഷം നമ്മൾ നേരത്തെ ചീവി മാറ്റി വെച്ചിട്ടുള്ള ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ക്യാബേജ് എല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ പല രീതിയിൽ നമ്മൾ ക്യാബേജ് തോരൻ തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ക്യാബേജ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ക്യാബേജ് തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ക്യാബേജ് തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കൊരു 5 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ക്യാബേജ് തോരൻ ഒരു തവണ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനലിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഈ രീതിയിൽ ക്യാബേജ് തോരൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സദ്യകളുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.